ഹായ് ഓൾ, ഒരു സുപ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഡയറക്റ്റ് വോയിസ് വിടുന്നത്. അത് വേറൊന്നുമല്ല, പല ആൾക്കാരും പറയുന്നുണ്ട് എനിക്ക് 5K ഫോളോവേഴ്സ് ഉണ്ട്, 10K ഫോളോവേഴ്സ് ഉണ്ട്, 15K ഫോളോവേഴ്സ് ഉണ്ട്, 50K ഫോളോവേഴ്സ് ഉണ്ട്, എന്നിട്ടും എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ എനിക്ക് ലഭിക്കുന്നില്ല. അതിനേക്കാളും കുറവുള്ള ഒരുപാട് പേർക്ക് ഇപ്പൊ ലഭിച്ചിട്ടുണ്ട്, 2K 3K. അപ്പൊ അത് എന്തുകൊണ്ട് എന്ന് എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പം അത് വേറൊന്നും കൊണ്ടല്ല, മുമ്പത്തെ പോലെയുള്ള അൽഗോരിതമല്ല ഇപ്പം യൂട്യൂബിലായാലും ശരി ഫേസ്ബുക്കിലായാലും ശരി ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ രണ്ടും നോക്കുന്നത്, രണ്ട് ടീം, അതായത് യൂട്യൂബ് ആയാലും ശരി ഫേസ്ബുക്കിലായാലും ശരി, നിങ്ങൾ എത്രത്തോളം എൻഗേജ്ഡ് ആവുന്നുണ്ടോ അതാണ് മെയിൻ ഇമ്പോർട്ടന്റ് ഇപ്പം. അതായത് നിങ്ങളുടെ കണ്ടന്റ് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എത്രത്തോളം എൻഗേജ്ഡ് ആവുന്നുണ്ടോ, നിങ്ങളുടെ കണ്ടന്റിൽ എത്രത്തോളം ജനങ്ങളെ ആശ്രയിക്കുന്നുണ്ടോ, അത് എത്രത്തോളം ജനങ്ങളെ ആ രണ്ട് പ്ലാറ്റ്ഫോമിലും പിടിച്ചിരുത്തുന്നുണ്ടോ അതാണ് ഇമ്പോർട്ടന്റ്. നിലവിലുള്ള അൽഗോരിതം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ആണ് ഇപ്പൊ കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഫേസ്ബുക്കിൽ പ്രധാനമായിട്ട് ഫേസ്ബുക്കിൽ. ഓക്കെ, ഫേസ്ബുക്കിൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ നോക്കുന്നത്. ഒന്ന് വ്യൂസ്, രണ്ടാമത്തത് എൻഗേജ്. നിങ്ങളുടെ കണ്ടന്റ് അത്രക്കും നല്ലൊരു ക്വാളിറ്റി ഉണ്ടെങ്കിലോ ജനങ്ങൾ അതിൽ തന്നെ കൂടുതൽ മുഴുകിയിരിക്കും. അപ്പോൾ അല്ലാതെ എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ വാരി വലിച്ചിട്ട് നിങ്ങൾ ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെ കണ്ടന്റ് നല്ല ക്വാളിറ്റി ഉള്ള, നല്ല ക്ലാരിറ്റി ഉള്ള, നല്ല ജനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകരിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കണം. നല്ലൊരു കണ്ടന്റ് ആയാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നല്ല രീതിയിൽ വ്യൂസും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചാകുമ്പോൾ നിങ്ങളുടെ പേജ് ആയാലും ശരി പ്രൊഫൈൽ ആയാലും ശരി നല്ല രീതിയിൽ ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫേസ്ബുക്ക് മാത്രമല്ല യൂട്യൂബ് ആയാലും റെക്കമെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് നല്ലൊരു കണ്ടന്റ്, നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള നല്ല നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.